മനോഹരമായ തേക്കിൻ കാടുകളിലൂടെയുള്ള ഒരു യാത്ര. മനസ്സിനും കണ്ണിനും ഒരുപോലെ കുളിർമയേകുന്ന യാത്രാനുഭവം. ഇടതൂർന്ന തേക്കിൻ കാടുകൾക്കിടയിലൂടെയുള്ള സൂര്യന്റെ കിരണങ്ങൾ ഭൂമിയിലേക്ക് പതിക്കുന്ന കാഴ്ച എത്ര മനോഹരമാണ്. കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു പ്രധാന പട്ടണവും മുനിസിപ്പാലിറ്റിയും താലൂക്കുമാണ് നിലമ്പൂർ. പശ്ചിമഘട്ടത്തിലെ നീലഗിരി നിരകളോട് ചേർന്ന് ചാലിയാർ നദിയുടെ തീരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നിലമ്പൂർ തേക്കുകൾ ധാരാളമായി കാണപ്പെടുന്നതിനാൽ ഈ സ്ഥലം തേക്ക് ടൗൺ എന്നും അറിയപ്പെടുന്നു. സമ്മിശ്ര തടിവനങ്ങളിൽ കാണപ്പെടുന്ന ഒരു വലിയ ഇലപൊഴിയും മരമാണിത്. ബ്രിട്ടീഷ് രേഖകളിൽ നിലമ്പൂരും അതിന്റെ ചുറ്റുപാടുകളും മൊത്തത്തിൽ നിലമ്പൂർ താഴ്വര എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നിലമ്പൂർ മേഖലയിലെ ചാലിയാർ നദീതീരവും പ്രകൃതിദത്ത സ്വർണ്ണ നിക്ഷേപങ്ങൾക്ക് പേരുകേട്ടതാണ്. ലോകത്തിലെ ഉഷ്ണമേഖലാ വനങ്ങളിൽ സ്വാഭാവികമായി കാണപ്പെടുന്ന വൃക്ഷ ഇനങ്ങളുടെ കിരീടത്തിലെ ഒരു മഹത്തായ രത്നമായിട്ടാണ് ശാസ്ത്രീയമായി തേക്ക് കണക്കാക്കപ്പെടുന്നത്. നിലമ്പൂരിന്റെ ചരിത്രപരമായ പ്രാധാന്യം തിരിച്ചറിഞ്ഞുകൊണ്ട് വനവൽക്കരണത്തിന്റെ പൂർണ്ണമായ ചൂഷണവും നിയന്ത്രണ പ്രവർത്തനവും എന്നതിൽ നിന്ന് വിഭവ വികസനത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക്, ഒരു സുപ്രധാന മാറ്റത്തിലേക്ക് നയിച്ചുകൊണ്ട് കേരള വനം വകുപ്പും കേരള വന ഗവേഷണ സ്ഥാപനവും ലോകത്തിലെ ഏറ്റവും മികച്ച തടി ഉൽപ്പാദിപ്പിക്കുന്ന തേക്കിനായി പൂർണ്ണമായി സമർപ്പിച്ചിരിക്കുന്ന ഒരു തീമാറ്റിക് മ്യൂസിയം സ്ഥാപിക്കാൻ തീരുമാനിച്ചു. കരകൗശല വസ്തുക്കൾ മുതൽ കപ്പലുകൾ നിർമ്മിക്കുന്നത് വരെ ഏത് ഉപയോഗത്തിനും ഉപയോഗിക്കാവുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച തടിയായ തേക്ക് ഇവിടെ നിന്ന് ലഭിക്കും. നിലമ്പൂരിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സബ് സെന്ററിന്റെ ക്യാമ്പസിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന തേക്ക് മ്യൂസിയം 1995 മെയ് 21 പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഏകദേശം 160 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇനത്തെ തോട്ടങ്ങൾ വളർത്താൻ ആരംഭിച്ച നിലമ്പൂരിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന തേക്കുകൾക്ക് പ്രശസ്തമായ കൊണോളിസ് പ്ലോട്ടിന് വളരെ അടുത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഇത്തരത്തിലുള്ള ആദ്യത്തേതാണ് ഈ മ്യൂസിയം. തേക്കിന്റെ ചരിത്രം, കൃഷി, മാനേജ്മെന്റ്, ഉപയോഗം, സാമൂഹിക സാമ്പത്തിക ശാസ്ത്രം മുതലായവയെക്കുറിച്ചുള്ള വിവരങ്ങൾ പ്രചരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ബ്രിട്ടീഷ് ഭരണകാലത്ത് തേക്ക് തടിയുടെ ക്ഷാമം പരിഹരിക്കുന്നതിനായി അന്നത്തെ കളക്ടർ HV കനോലിയുടെ നിർദ്ദേശപ്രകാരം ഫോറസ്റ്റ് കൺസർവേറ്ററായിരുന്ന ചാത്തുമേനോൻ 1846 ഈ തേക്ക് തോട്ടം നട്ടുപിടിപ്പിച്ചത്. ഈ തോട്ടം നിർമ്മിക്കാൻ ഡോക്ടർ റെക്സ്ബർഗിന്റെയും സഹായം ഉണ്ടായിരുന്നു. ഏറ്റവും വലിയ മരങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നത് പുഴയ്ക്കപ്പുറമാണ്. പുഴ കടക്കാൻ ഒരു ബോട്ട് സംവിധാനം നിലവിലുണ്ട്. കൂടാതെ ബോട്ടിലേക്ക് കയറാൻ നമ്മൾ പ്രത്യേക ടിക്കറ്റ് എടുക്കേണ്ടതാണ്. ഇവിടെയുള്ള ഏക സാഹസികത എന്ന് പറയുന്നത് ഈ ഒരു ബോട്ട് യാത്ര മാത്രമാണ്. ചാലിയാറിന്റെ പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. കൂടാതെ ഇവർ വലിക്കുന്ന കയർ പൊട്ടിയാലുള്ള അവസ്ഥ ആലോചിക്കുമ്പോഴുള്ള പേടിയും ഈ യാത്രയിലുണ്ട്. ഈ ബോട്ട് രാവിലെ മുതൽ വൈകിട്ട് 5 വരെ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്രക്കാരെ കൊണ്ടുവരുന്നു. നമ്മൾ അങ്ങോട്ടെത്തുമ്പോഴേക്കും ഒരുപാട് പേർ കാഴ്ചയെ കണ്ട് തിരിച്ച് മടങ്ങി വരുവാനുണ്ടായിരിക്കും. തേക്ക് ഒരു പ്രധാന തോട്ട ഇനമായി മാറി. തേക്ക് തോട്ടങ്ങളുടെ ചരിത്രത്തിലെ പല നാഴികക്കല്ലുകളും ഇന്ത്യയിലെ കേരളത്തിലാണ് നടന്നത്. കേരളത്തിലെ മലപ്പുറം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന നിലമ്പൂരാണ് 1840കളിൽ ഇന്ത്യയിലെ ആദ്യത്തെ തേക്ക് തോട്ടം നട്ടുപിടിപ്പിച്ചത്. പ്രകൃതിദത്ത വനങ്ങളുടെ വിഭവങ്ങൾ കുറഞ്ഞുവരുന്ന സാഹചര്യത്തിൽ തേക്ക് തടിയുടെ സ്ഥിരമായ വിതരണം ഉറപ്പാക്കുവാൻ ഇത് വഴിയൊരുക്കി. കേരളത്തിലെ നിലമ്പൂരിന്റെ പച്ചപ്പിന്റെ നടുവിൽ സ്ഥിതി ചെയ്യുന്ന കൊനോളി പോട്ട് ഇന്ത്യയുടെ സമ്പന്നമായ വനവൽക്കരണ പൈതൃകത്തിന്റെ തെളിവായി നിലകൊള്ളുന്നു. വടപുരത്തെ നിലമ്പൂർ പട്ടണത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെ ഗവൺമെന്റ് തടി ഡിപ്പോയ്ക്ക് സമീപം ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന തേക്ക് തോട്ടമായി ഇത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. 1846 സ്ഥാപിതമായ ഈ തോട്ടം ശ്രീ ചാത്തുമേനോന്റെ ആശയമായിരുന്നു. 1841 മുതൽ 1855 വരെ മലബാർ കളക്ടറായിരുന്ന ശ്രീ HV കനോലിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇത് നടപ്പിലാക്കിയത്.
1500 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ തോട്ടം ഇന്ത്യയിൽ വ്യവസ്ഥാപിത വനപരിപാലനത്തിന് തുടക്കം കുറിച്ചു. 1993 ഒരു ഗവേഷണ മേഖലയായി കനോലി പ്ലോട്ട് സംരക്ഷിക്കപ്പെട്ടു. ഇവിടെയാണ് നമുക്ക് ഏറ്റവും വലിയ മരങ്ങൾ കാണാൻ കഴിയുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിന് വലിയ മരങ്ങളായിരിക്കും ഇവിടെ ഭൂരിഭാഗവും. മരങ്ങൾക്കിടയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ മരത്തിൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഇവിടെ വരുന്നവർ ഇങ്ങനെ ബോട്ടിൽ കയറി ഇക്കരെ വന്ന് ഇത്തരത്തിലുള്ള കാഴ്ചകൾ കാണാതെ തിരിച്ചു മടങ്ങി പോകുന്നവരുണ്ട്. ഒരുപക്ഷെ അവർക്ക് ഇങ്ങനെ ഒരു കാര്യം കൂടി ഉള്ളത് അറിയാത്തതിനാലായിരിക്കും. ജങ്കാർ സർവീസ് എന്ന ബോർഡുണ്ട്. ചിലപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചു കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം സന്ദർശിക്കാതെ മടങ്ങിപ്പോകുന്നത് ഒരു വലിയ നഷ്ടമായി തന്നെ കണക്കാക്കാം. 5 മണിയാകുമ്പോൾ തന്നെ അവിടുത്തെ ഗാർഡുകൾ വിസിലടിക്കാൻ തുടങ്ങും. വൈകിട്ട് 5 മണി വരെ മാത്രമേ അവിടെ നിൽക്കാനുള്ള അനുവാദമുള്ളൂ. 5 മണിക്ക് തന്നെ എല്ലാവരും തിരികെ മടങ്ങി വരണം. സഖ്യകക്ഷികളുടെ തടി ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി 2ാം ലോക മഹായുദ്ധ സമയത്ത് ഒരു ഭാഗം വിളവെടുത്തതിന് ശേഷം ഇപ്പോൾ 5.7 ഏക്കർ വ്യാപിച്ചു കിടക്കുന്നു. ചാലിയാർ, കുതിരപ്പുഴ നദികളുടെ 2 വശങ്ങളും മറ്റ് 2 വശങ്ങളിൽ ഇടതൂർന്ന വനങ്ങളുമാണ് ഈ തോട്ടത്തിൻ്റെ അതിരുകൾ. ശുദ്ധമായ ജലത്തിന് പേരുകേട്ട കുതിരപ്പുഴ പ്ലോട്ടിൻ്റെ അരികിൽ ചാലിയാറുമായി ലയിക്കുന്നു. ഇത് പ്രദേശത്തിൻ്റെ പ്രകൃതി ഭംഗി വർദ്ധിപ്പിക്കുന്നു. കൊനോലി പ്ലോട്ട് വെറുതെ ഒരു തോട്ടം മാത്രമല്ല, ഇന്ത്യയിലെ വനവൽക്കരണ ചരിത്രത്തിൻ്റെ ജീവിക്കുന്ന സ്മാരകമാണിത്. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മനുഷ്യനിർമ്മിത തേക്ക് തോട്ടമാണ് കനോലി പ്ലോട്ട്. കനോലി പ്ലോട്ട് എന്ന പേരിലുള്ള നിലമ്പൂർ തേക്ക് തോട്ടം ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഈ തോട്ടത്തിന് 5.675 ഏക്കർ വിസ്തൃതിയുണ്ട്.